मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാ മക്കളും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? യെസ്, നാളത്തെ പരീക്ഷയിൽ നമ്മോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ മക്കളും റെഡി അല്ലേ? അച്ഛാ ബച്ചോ ദേഖിയേ. യെസ്, എന്താണ് നമുക്ക് നാളെ ചോദിക്കുന്ന ചോദ്യം? പോസ്റ്റർ തയ്യാർ കരേ. ഒരു പോസ്റ്റർ എന്തായാലും നമുക്ക് നാളത്തെ പരീക്ഷയിൽ ചോദിക്കും അല്ലേ? അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് മാഷ് പറയുന്നത്. ആപ്കാ കക്ഷ ജറൂറി ഖുറാക്ക മഞ്ചൻ കർണേ ജാ രഹി ഹൈ ല്ലേ? എന്താണ് മക്കളെ? ആ ജറൂറി ഖുറാക്ക് എന്നുള്ള പാഠഭാഗം ല്ലേ, ആ അനിവാര്യമായ ഒരു ഡോസ് ല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ചോദിക്കുക മക്കളെ? ഒരു പോസ്റ്റർ എന്തായാലും ചോദിക്കും. അപ്പൊ അത് എങ്ങനെ അത്തരത്തിൽ ചോദിച്ചാൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഇസ്കലിയേക്ക് പോസ്റ്റർ തയ്യാർ കരേ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കൂളിൽ അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. എങ്ങനെയാണ്? നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ജറൂരി ഖുറാക്ക് എന്ന നാടകം അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളായിട്ട് കണക്കാക്കുക അല്ലെ? നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജറൂറി ഖുറാക്ക് എന്ന ബാല്യേകാംഗി ആ നാടകം എന്ത് ചെയ്യാണ്? അവതരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അപ്പൊ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം എന്ന് എന്റെ മക്കൾ നോക്കിക്കോ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 5 മാർക്ക് നേടാൻ കഴിയും അല്ലെ? അപ്പൊ എങ്ങനെയാണ്? പ്രവേശനോത്സവം അല്ലെ, നിങ്ങൾ എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ ആ പരിപാടി നടത്തുന്നത്, അതിൻ്റെതായിരിക്കും നമ്മൾ ആദ്യം ആ പോസ്റ്ററിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് അല്ലെ? ആദ്യം നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? പോസ്റ്റർ അതിലാക്കാൻ അല്ലെ? അപ്പൊ പ്രവേശനോത്സവം കൊടുത്തു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ചാണ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ബാല്യേകാംഗി നടത്തുന്നത് അല്ലെ? അപ്പൊ എന്താണ് ബാല്യേകാംഗിന്റെ പേര്? ജറൂറി ഖുറാക്ക് അല്ലെ? അത് നമ്മൾ കൊടുത്തു. അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ ബാല്യേകാംഗി കാ മഞ്ചൻ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? കൊടുക്കുന്നു അല്ലെ? ബാല്യേകാംഗിയാണ്, ഒരു ഏകാംഗ നാടകമാണ് അല്ലെ? ഇനി നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കാം. ഇവിടെ മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? AUP സ്കൂൾ മലപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കുക. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അതിനുശേഷം പ്രസ്തുതി ആരാണ് ഇത് അവതരിപ്പിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ക്ലാസ് 7th A ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് 7th A എന്ന് എഴുതുക. 7th B ആണെങ്കിൽ 7th B, 7th C ആണെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ ക്ലാസ് ഏതാണ് അത് എഴുതുന്നു. പിന്നെ താരീഖ് ഓർ സ്ഥാൻ അല്ലെ, ഡേറ്റും അതേപോലെ സ്ഥലം എവിടെയാണ് നടക്കുന്നത് അല്ലെ? അപ്പൊ സ്കൂൾ ലൈബ്രറിയിലായിരിക്കും അല്ലെങ്കിൽ സ്കൂൾ ഹാളിലായിരിക്കും അല്ലെ? ലൈബ്രറി ഹാളിലൊക്കെ ആയിരിക്കും. അപ്പൊ എവിടെയാണോ എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കും? വക്ത് കൊടുക്കും, സമയം അല്ലെ? അപ്പൊ അത് സുബഹ് 10 ബജെ ഏതാണോ നിങ്ങൾക്ക് അനിവാര്യമായ സമയം, അത് അധികവും രാവിലെ. അപ്പൊ രാവിലെ സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 ബജെ അല്ലെ, 10 മണിയാണ് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം അല്ലെ? അത്തരത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുന്നു. പിന്നെ അവസാനമായി എല്ലാവരെയും സ്വാഗതം ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് പുതിയ ആളുകളെ വരവേൽക്കുകയാണ്. അപ്പൊ നവാഗതോം കാ സ്വാഗതം എന്ന് പറയാം. നവാഗതോം കോ സ്വാഗത് അല്ലെ? പുതുതായി വരുന്ന ആളുകളെ സ്വാഗതം ചെയ്യാണ്. ഇനി അല്ലാതെ ഓൾ ആർ വെൽക്കം എന്നുള്ള രീതിയിൽ സബ്കാ സ്വാഗത് എന്ന് പറയാം അല്ലെ? സബ്കാ സ്വാഗതം, എല്ലാവരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻവൈറ്റ് ചെയ്യാം. ഓൾ ആർ വെൽക്കം നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെ ലളിതമായിട്ട് എന്റെ മക്കൾ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോസ്റ്റർ തയ്യാറാക്കാനുള്ള മുഴുവൻ മാർക്കും എന്റെ മക്കൾക്ക് നേടാം. ക്ലിയർ അല്ലേ മക്കളെ? അച്ഛാ ബച്ചോ, അഗ്ലാ വീഡിയോ में हम फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय.